ഈ സദസ്സിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഒരു നാടകോത്സവത്തിൻ്റെ നാന്ദിയാണ്. നാടകാവതരണം നടക്കുന്നിടത്ത് പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയില്ല. ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. പാലക്കാട് എത്തിയിട്ടിപ്പോൾ 60 വർഷം തികഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. പാലക്കാട് വന്ന് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് പാലക്കാട് ആർട്സ് തിയേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇവിടെ ആദ്യ നാടകം അവതരിപ്പിക്കാനായിട്ട് റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു യുവകഥാപാത്രമായിട്ട് അഭിനയിക്കേണ്ട ആളെ തെരഞ്ഞിട്ട് കിട്ടാതിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ പരിചയപ്പെടുകയും ആ നാടകത്തിൽ തിരക്കേടില്ലാത്ത രീതിയിൽ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്തു. ആ നാടക സംഘത്തിൻ്റെ നിർബന്ധമാണ് ഞാൻ ഒരു പാലക്കാട്ടുകാരനായി മാറാൻ ഇടയായത്. ജനിച്ച നാട്ടിൽ 10-20 വർഷം ജീവിച്ചിട്ടുള്ളൂ. ബാക്കി ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം പാലക്കാടാണ്. എൻ്റെ സർവീസ് കാലം കുട്ടികളെ നാടകം പഠിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കുട്ടികളെ നാടകം പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ളൊരു കർമ്മപഥത്തിലേക്കാണ് ശ്രീ കണ്ണൻ കൂട്ടുകാരൻ പുറപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വരും തലമുറകളെ നാടകത്തിൻ്റെ ഭാഗമാക്കാനായി സഹായിക്കുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും മാറ്റങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത് നാടകങ്ങളാണ്. ജീവിതഗന്ധിയായ നാടകങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. പരീക്ഷണങ്ങളാവാം, കാലങ്ങൾ അതാവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും മനുഷ്യ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജീവിതഗന്ധികളായ നാടകങ്ങൾ മനുഷ്യനെ പുതുതായി ചിന്തിക്കാനും ചുറ്റുപാടുകളുമായി നോക്കിക്കാണുവാനും സമൂഹവുമായി പ്രതികരിക്കുവാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പഴയ നാടക സംഘങ്ങളെ കഥകൾ ആലോചിച്ചാൽ തന്നെ നമുക്കറിയാം. നാടകങ്ങൾ ഒരുപാട് പുരോഗതി മനുഷ്യ മനസ്സുകളിൽ വരുത്തിയിട്ടുണ്ട്. അത് തുടർന്ന് കൊണ്ടുപോകുവാനായി തയ്യാറായിട്ടുള്ള കണ്ണനെയും കൂട്ടരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഭാവി തലമുറയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ സേവനം ശ്ലാഘനീയമാണ്. അത് തുടർന്ന് അഭിനന്ദനീയമായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. നാടകം കാണാൻ ഒരു ജനക്കൂട്ടമല്ല ആവശ്യം, നാടകത്തോട് താല്പര്യമുള്ള ആളുകളാണ് നമുക്ക് ആവശ്യം. അതിൽ എണ്ണത്തിൽ കുറവായിരിക്കാം, പക്ഷേ അതുകൊണ്ട് നാടകം പരാജയപ്പെടും എന്ന് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. എല്ലാവർക്കും, ഈ നാടകത്തിൽ അഭിനയിക്കുന്ന കുട്ടികൾക്കും ഇനി വരാൻ പോകുന്ന നാടകങ്ങൾ അഭിനയിക്കുന്ന കുട്ടികൾക്കും അതിൻ്റെ സംഘാടകർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. സുഹൃത്തുക്കളെ, ഒരു കാര്യം